നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന 5ാം റൗണ്ട് പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ റയൽ മാഡ്രിഡും ലിവർപൂളും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നടക്കുക. ലിവർപൂളിൻ്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. റയലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തെ റിസൾട്ടുകൾ ഒരല്പം ബുദ്ധിമുട്ടേറിയതാണ്. കാരണം ചില തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ബാഴ്സലോണയോട് വലിയ തോൽവി അവർ ഏറ്റുവാങ്ങിയിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ലില്ലിയോട് അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ AC മിലാനോട് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയിക്കേണ്ടതുണ്ട്. എന്നാൽ ലിവർപൂൾ ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് ലിവർപൂളാണ് എന്നുള്ളത് മാത്രമല്ല, വലിയ ഒരു ലീഡ് ഇപ്പോൾ തന്നെ അവകാശപ്പെടാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരല്പം ആധിപത്യം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ലിവർപൂളിന് തന്നെയാണ്. പക്ഷേ പഴയ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ലിവർപൂളിന് മുൻതൂക്കം അവകാശപ്പെടാൻ കഴിയില്ല. കാരണം സമീപകാലത്ത് ചാമ്പ്യൻസ് ലീഗിൽ 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴെല്ലാം വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രിഡിന് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ എതിരില്ലാത്ത 1 ഗോളിന് റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ട്. അതിനു മുൻപ് 2-നെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ സമീപകാലത്ത് 2 തവണ റയലിനോട് പരാജയപ്പെട്ടവരാണ് ലിവർപൂൾ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. അതിനൊരു പ്രതികാരം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ലിവർപൂൾ ഇന്ന് വരിക. ഏതായാലും റയലിൻ്റെ ഒരു സാധ്യത 11 കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തിബൌട്ട് കോർട്ടുവ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ റൗൾ അസെൻസിയോ, അതുപോലെ തന്നെ അന്റോണിയോ റൂഡിഗർ എന്നിവരായിരിക്കും വരിക. ഇനി വിങ് ബാക്ക് പൊസിഷനിൽ ഫെർലാൻഡ് മെൻഡി ഉണ്ടാകും. അതുപോലെ തന്നെ ഫെഡെ വാൽവർദെ ആ ഒരു വിങ് ബാക്ക് പൊസിഷനിൽ കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലൂക്ക മോഡ്രിച്ചും കമവിംഗയും അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമും ഒരുമിച്ചിറങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ആർദ ഗൂളർ വരുമോ അതല്ലെങ്കിൽ സെബയോസ് വരുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ താരങ്ങളിൽ ആർക്കെങ്കിലും ഒപ്പം ബ്രാഹിം ഡയസും കിലിയൻ എംബപ്പയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം, വിനീഷ്യസ് ജൂനിയർക്ക് പരിക്കാണ്. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നില്ല എന്നത് റയലിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. കാരണം ലിവർപൂളിനെതിരെ കളിക്കുമ്പോൾ എപ്പോഴും മികച്ച പ്രകടനം നടത്താറുള്ള ഒരു താരം കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ. അതുപോലെ തന്നെ റോഡ്രിഗോ ഗോസും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. ഇങ്ങനെയാണ് റയലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഇനിയിപ്പോൾ ലിവർപൂളിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കെല്ലഹർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഇബ്രാഹിമെ കൊനാറ്റെ, വാൻഡൈക്ക് എന്നിവർ വരും. വിങ് ബാക്ക് പൊസിഷനുകളിൽ ബ്രാഡ്ലി, റോബർട്ട്സൺ എന്നിവരായിരിക്കും വരിക. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്രാവൻബേഴ്സും അതുപോലെ തന്നെ മാക്കാലിസ്റ്ററും ഉണ്ടാകും. അതുപോലെ തന്നെ സൊബോസ്ലൈ ഈ 2 താരങ്ങൾക്കൊപ്പം ഇറങ്ങും. മുന്നേറ്റ നിരയിൽ വിങ്ങുകളിൽ മുഹമ്മദ് സലായും അതുപോലെ തന്നെ ലൂയിസ് ഡയസുമായിരിക്കും ഉണ്ടാവുക. സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ ഡാർവിൻ നുനസ് കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെയാണ് ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഏതായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആൻഫീൽഡിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് റയലിനോട് ഒരു പക വീട്ടാൻ ലിവർപൂളിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.